എന്റെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഭക്ഷണം എല്ലാം ഉണ്ടാകും, എന്തുണ്ടാക്കും. അങ്ങനെ അമ്മ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി തന്ന ചേച്ചി അത് സ്വീകരിക്കും. എന്നാ ചേച്ചിക്ക് എന്നെ സ്വീകരിച്ചു. അമ്മ ഉണ്ടാക്കിയ അത്രയും വിലപ്പെട്ട സാധനം അമ്മ എപ്പോഴും പറയാറുണ്ട് ഭയങ്കര ഇതാണെന്ന്. അതെനിക്ക് പിന്നെ ചേച്ചിയുടെ ചിരി, ചേച്ചി കണ്ണെഴുതാൻ വേണം കരി, ചോറ് വെക്കാൻ വേണം അരി, എനിക്ക് വേണം ചേച്ചിയുടെ ഈ ചിരി. അതിന് ശേഷം ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ പഠിക്കുന്ന ബിടെക് ആണ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. ആ കോഴ്സ് ഭയങ്കര റെയറാണ്, ഞാനും റെയറാണ്, ചേച്ചിയാണ് എൻ്റെ ഡെയർ. അപ്പൊ അതുപോലെ തന്നെ അതിലോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ഈ ബിടെക് ഡിഗ്രിയും ചേച്ചി എനിക്ക് ഒരേ പോലെയാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ ഡിഗ്രി ബിടെക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ചേച്ചീനെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് അടുത്തൊരു ഇപ്പം ചേച്ചിക്ക് ഇപ്പൊ ഈ എറണാകുളത്ത് ഇപ്പൊ ചെറിയ ഞാൻ വന്നപ്പോഴൊക്കെ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു. ചേച്ചിക്ക് മഴ ഇഷ്ടമാണോ? ഭയങ്കര രാത്രിത്തെ മഴയാണ് എനിക്കിഷ്ടം. അടുത്ത ജന്മം വേണമെങ്കിൽ ഞാനൊരു മഴയെ ജനിച്ചോട്ടെ. രാത്രി വരുന്ന മഴ. രാത്രി അത് നല്ല മഴയെ ജനിച്ചോ. മഴ. അപ്പം അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് എനിക്ക് ചുവപ്പ് എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുമ്പോൾ എനിക്ക് നേരത്തെയൊക്കെ ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ചുവപ്പായിരുന്നു. പക്ഷെ ഞാൻ ഈ ചതുരം കണ്ടതിന് ശേഷം നോക്കുമ്പോൾ ചേച്ചിയുടെ കവിളുകൾ ഇങ്ങനെ ചുവന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ എവിടെ എന്ത് കാര്യം ആലോചിച്ചു വന്നാലും എനിക്ക് ചേച്ചിയുടെ കവിളാണ് അറിയുന്നത്. ഈ ചുവപ്പ് നേട്ടാ ചേച്ചിയുടെ കവിളാണ്. അപ്പം കവിൾ ഓർമ്മ വരും. അപ്പൊ എന്താ ഈ കൊടി ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റിന്റെ കൊടി ഇടാൻ കൊടിമരമുണ്ട്, കൊടി കെട്ടാനായിട്ട് കൊടിമരമുണ്ട്. ചേച്ചിനെ കെട്ടാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ കെട്ടാൻ. എന്നെ കെട്ടാൻ കൊടിമരമാവാൻ തയ്യാറാണെന്നാണോ? തീർച്ചയായും ചേച്ചീനെ ഞാൻ എന്നും നിർത്താൻ വേണമെങ്കിൽ. അപ്പം അതേപോലെ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ. എനിക്ക് ചേച്ചീനെ കാണുമ്പോൾ തോന്നുന്നത് ഒരു പറഞ്ഞല്ലോ കോഫി വിത്ത് ക്രഷ്. അപ്പൊ എനിക്ക് ക്രഷായിട്ട് തോന്നുന്നത് തന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, പല്ല് തേക്കാൻ ബ്രഷ്, കുളിച്ച ഫ്രഷ്, നീയാണ് എൻ്റെ ക്രഷ്. അപ്പൊ അതുപോലെ അപ്പൊ എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം ചേച്ചിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ചതുരം സിനിമ നമ്മൾ കണ്ടുന്ന ഹോസ്റ്റലിൽ ഇരുന്നാണ്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ഇവിടെ ഒറ്റ സ്റ്റക്കായി, ഇവിടെ വന്നപ്പോ ഞാൻ സ്റ്റക്കായി നിൽക്കി, ഇനി മാപ്പ് ഇട്ട് വേണം തിരിച്ചു പോകാൻ. അത് വേറെ കാര്യം. അപ്പൊ അതിനുശേഷം വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അങ്ങനെ ചതുരം കണ്ടോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ഫോണിൽ ചതുരം കണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടരും പെട്ടെന്ന് ബിവറേജിൽ ഒരു വിസ്കി വാങ്ങിച്ചിട്ട് വന്നു. വിസ്കി വാങ്ങിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇതാരുടെ ഈ സെക്സി? അപ്പൊ തന്നെ ഇടം പോലെ നോക്കാതെ ഞാൻ എഴുതി, അല്ല അടിക്കാൻ വിസ്കി, എഴുതാൻ ലെക്സി, ചേച്ചിയാണ് എന്റെ സെക്സി. ചെറുതായിട്ട് ഞാൻ എപ്പോഴും ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞ ആത്മാർത്ഥ പ്രണയം ഇല്ല. ആത്മാർത്ഥ പ്രണയം ഇല്ലായിരുന്നു, കാരണം ചേച്ചിന് ഇന്നലെ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പ്രണയത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പിന്നെ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്റെ പേര് കുഞ്ഞ്, ഞാൻ കഴിക്കും ഫോളോ, ചേച്ചിക്ക് എന്നെ ഇഷ്ടമായ ഫോളോ.